ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണോ? നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണോ? അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ സർക്കാരിന്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം ഇന്ന് നടക്കുന്നത്, ഇന്നലെയായിട്ട് നടക്കുന്നത്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു ഡോക്ടർ ക്രൂശിക്കപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതിനെതിരായി പ്രതിപക്ഷം അതിശക്തിയായി പ്രതികരിക്കും. ആ ഡോക്ടറുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും. അദ്ദേഹത്തെ ബലിയാടാക്കരുത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അതൊന്നും ഒരു രാഷ്ട്രീയമായി പറഞ്ഞതല്ല എന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായ അനുഭവങ്ങൾ, അദ്ദേഹത്തിന് ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം പൊട്ടിത്തെറിച്ച് പറഞ്ഞതാണ്. അതിനെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ചിന് വേണ്ടി, ഗുണപരമായ ഒരു മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാർ കേരളത്തിൽ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം. ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹത്തെ പോലുള്ളൊരു സത്യസന്ധനായ ഒരു ഡോക്ടറെ, 1 രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ, ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇത്. സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് കേരളമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണോ? നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണോ? അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അല്ല, അത്ര ഗതികേടുണ്ടല്ലോ. സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് കത്രികയും നൂലും, തുന്നിക്കൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. തുന്നാനുള്ള നൂലില്ല ആശുപത്രിയിൽ, കോട്ടൺ ഇല്ലായിരുന്നു, പഞ്ഞി. ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് പഠിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം 1100 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കാനുണ്ട്. ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ്. എല്ലാ വർഷവും താഴെത്തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇൻഡന്റ് കൊടുക്കും. ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിസിൻസ് എല്ലാം ആ ഇൻഡന്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി. ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും, എല്ലാ മാസവും കൊടുക്കുള്ളൂ. ചിലത് 1 വർഷത്തേക്കുള്ളത് കൊടുക്കും. അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും. ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല.